ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനന്ദമയ കോശം എന്ന അഞ്ചാമത്തെ ആ കോശത്തിലേക്ക് വീക്ഷിച്ചു. 57 ശ്ലോകമായിട്ട് ആനന്ദമയ കോശ വിവേകം എന്ന ഭാഗം ആണ് ഇപ്പൊ നോക്കുന്നത്. ആനന്ദ പ്രതിബിംബ ചുംബിത തനുർവൃത്തിസ്തമോ ജൃംഭിത സ്യാദാനന്ദമയ പ്രിയാതി ഗുണഗ ശ്രേഷ്ഠാർത്ഥലാഭോദയ പുണ്യസ്യാനുഭവേ വിഭാതി കൃതിനാമാനന്ദരൂപസ്വയം ഭൂത്വാനന്ദതി യത്ര സാധുതനുഭ്രന്മാത്ര പ്രയത്നം വിനാ. എന്നോടത്തെല്ലാം ഈ ശ്ലോകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആനന്ദ പ്രതിബിംബ ചുംബിത തനുർവൃത്തിസ്തമോ ജൃംഭിത സ്യാദാനന്ദമയ പ്രിയാതി ഗുണഗ ശ്രേഷ്ഠാർത്ഥലാഭോദയ പുണ്യസ്യാനുഭവേ വിഭാതി കൃതിനാമാനന്ദരൂപസ്വയം ഭൂത്വാനന്ദതി യത്ര സാധുതനുഭ്രന്മാത്ര പ്രയത്നം വിനാ. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബാനന്ദമാണ്. ആത്മാവിലെ ആത്മാനന്ദത്തിന്റെ പ്രതിബിംബമാണ് ആനന്ദമയ കോശം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോ അവിടെ ഉണ്ടാകുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലുള്ള ആഗ്രഹം അനുസരിച്ചൊരു വസ്തുവിനെ കാണുമ്പോൾ ഒരു സന്തോഷം, അത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം, അത് അനുഭവിക്കുമ്പോൾ ഒരു ആനന്ദം, ഇങ്ങനെ ആനന്ദം പല രീതിയിൽ അനുഭവപ്പെടുന്നു എന്ന് കണ്ടു. ആനന്ദത്തിന് ഗ്രഡേഷൻ 3 ശാസ്ത്രം ആനന്ദത്തെ അതിൻ്റെ അളവിനെ തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ ആദ്യം നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നിനെ ആദ്യം കാണും. അതിന്റെ പേര് ഇഷ്ടവസ്തു ദർശനം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കാണും. ഇഷ്ടവസ്തു ദർശനം. ഇപ്പോ നിസ്സാരപ്പ വേദാന്തത്തിന്റെ ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. ആ പുസ്തകത്തെ കാണുന്നു. അതാണ് ഇഷ്ടവസ്തു ദർശനം. അപ്പോ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ബുക്കിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കടയിൽ ആ പുസ്തകം ഇരിക്കുന്ന കണ്ടു. നല്ലൊരു സന്തോഷം തോന്നി. അത് വാങ്ങാൻ വേണ്ടി അയാളോട് ചോദിക്കുന്നു, ഇതെനിക്ക് തരാമോ? എന്താ വില? ഉടനെ അയാൾ പറയാണ്, ഇത് വേറൊരാള് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു പുസ്തകമേ ഉള്ളൂ. ഇത് വേറൊരാൾക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പോയി എന്ന് പറയുന്നു. അപ്പോ നമുക്ക് എന്താ ഉണ്ടാവുക? പെട്ടെന്ന് ആ ഇഷ്ടവസ്തു കണ്ടപ്പോഴുള്ള ആ ഒരു സന്തോഷം അതവിടെ നിലനിൽക്കുമോ? ഇല്ല. അത് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കും കൂടെ കടക്കണം. എന്താണ്? ഇഷ്ടപ്പെട്ട വസ്തുവിനെ കണ്ടു, ഒരു സന്തോഷമുണ്ട്, അതുകൊണ്ട് മതി എന്ന് വെക്കോ? ഇല്ല. എന്ത് വയ്ക്കും? ഇഷ്ടവസ്തു പ്രാപ്തി. രണ്ടാമത്തേതായിട്ടുള്ള ഇഷ്ടവസ്തു പ്രാപ്തി. ആ പുസ്തകം നമുക്ക് വേണം, അല്ലെങ്കിൽ ആ വസ്തു നമുക്ക് വേണം. ഇനി അടുത്തതായിട്ട് എന്തുണ്ടാവും? പുസ്തകം കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോ ഒരു സന്തോഷം, ഒരു ആനന്ദം ഉണ്ടായി. പിന്നെ അത് വായിക്കുന്നു. ആവേശത്തോടു കൂടി ഇരിപ്പിൽ കുറെ ഭാഗം വായിക്കുന്നു. അപ്പോ ആണ് അനുഭവം ഉണ്ടാകുന്നത്. ഇഷ്ടവസ്തു അനുഭവം. ആദ്യം ആ വേദാന്ത പുസ്തകത്തെ കണ്ടപ്പോൾ ഇഷ്ടവസ്തു ദർശനം കൊണ്ടുള്ള ഒരു ആനന്ദം. രണ്ടാമത് കയ്യിൽ കിട്ടിയപ്പോൾ കാശ് കൊടുത്തു വേറെ മേടിച്ചപ്പോൾ കയ്യിൽ കിട്ടിയപ്പോഴുള്ള ഒരു ആനന്ദം. മൂന്നാമത് അത് വായിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം. ഇവിടെ ഓരോ സ്റ്റെപ്പിലും ആനന്ദം കൂടി വരികയാണ് ചെയ്യുന്നത്.
കാണുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും കൂടുതലാണ് അത് കൈവശം കിട്ടുമ്പോൾ, അതിനെക്കാട്ടിലും കൂടുതലാണ് അത് അനുഭവിക്കുമ്പോൾ. ഇങ്ങനെ 3 സ്റ്റേജില് നമ്മുടെ ഈ ആനന്ദം മാറുന്നുണ്ട്. ആദ്യം കുറച്ച്, പിന്നെ കുറച്ചുകൂടെ കൂടി, പിന്നെ കുറച്ചുകൂടെ കൂടി. അപ്പോ വേദാന്തത്തില് ഈ 3 സ്റ്റേജിലുള്ള ആനന്ദത്തിന് 3 പേരുകൾ കൊടുക്കുന്നുണ്ട്. ആദ്യം ഇഷ്ടവസ്തു ദർശനം. ആ സമയത്തുള്ള ആനന്ദത്തിനെ പ്രിയം എന്നാണ് പറയുന്നത്. ഇഷ്ടവസ്തു ദർശനം കൊണ്ടുണ്ടാകുന്ന ആനന്ദം പ്രിയം. പിന്നത്തത് ഇഷ്ടവസ്തു പ്രാപ്തി. നമ്മൾ ഇഷ്ടപ്പെട്ട വസ്തുവിനെ കണ്ടു, അതിനെ നമുക്ക് നമ്മുടെ കയ്യിൽ അത് എത്തുന്നു, നമ്മൾ അതിനെ മേടിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും തരുന്നു, നമ്മുടെ കൈവശം വരുന്നു. അതാണ് പ്രാപ്തി, ഇഷ്ടവസ്തു പ്രാപ്തി. ആ സമയത്ത് ആദ്യത്തെക്കാട്ടിലും കൂടുതൽ ആനന്ദം ഉണ്ടാകും. അതിന്റെ പേരാണ് മോദം. അതിന്റെ പേരാണ് മോദം. ഇഷ്ടവസ്തു പ്രാപ്തി കൊണ്ടുണ്ടാകുന്ന ആനന്ദം മോദം. മൂന്നാമത് ആ വസ്തു അനുഭവിക്കുമ്പോൾ, ഭക്ഷണമാണെങ്കിൽ എന്തെങ്കിലും പലഹാരങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, കണ്ടു, മേടിച്ചു, കഴിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, എന്ത് ഭക്ഷണമാണെങ്കിലും അനുഭവിക്കുമ്പോൾ, ഒരു ഷർട്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കണ്ടു, കാണുമ്പോൾ ഒരു സന്തോഷം, അത് മേടിക്കുമ്പോൾ എൻ്റെതായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, മൂന്നാമത് ആ വസ്ത്രം ധരിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം. അപ്പൊ മൂന്നാമത്തത് അനുഭവ തലത്തിൽ വരുമ്പോൾ ഇഷ്ടവസ്തു അനുഭവം. അതിന്റെ പേരാണ്, ആ ആനന്ദത്തിന്റെ പേരാണ് പ്രമോദം. ഇഷ്ടവസ്തു അനുഭവത്തിലൂടെ വരുന്ന ആനന്ദത്തിന്റെ പേര് പ്രമോദം. 3 എണ്ണമാണ്. ഇഷ്ടവസ്തു ദർശന സമയത്ത് പ്രിയം, ഇഷ്ടവസ്തു പ്രാപ്തി സമയം മോദം, ഇഷ്ടവസ്തു അനുഭവ സമയം പ്രമോദം. ഇതിന് ഒരു ഉദാഹരണം കൂടെ പറയും മനസ്സിലാക്കാനായിട്ട്. ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ഷെൽഫിൽ ഒരു മിഠായി ചെപ്പിരിക്കുന്ന കാണുന്നു. അപ്പൊ കുട്ടിക്ക് എന്തുണ്ടാവും? മിഠായിയുടെ ജെപ്പ് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ, നല്ല കാണുന്ന ഗ്ലാസ്സിലുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കുപ്പിയാണ്, അതിൽ മിഠായി ഇരിക്കുന്ന കാണുമ്പോൾ ആ കുട്ടിക്ക് ഒരു സന്തോഷം. അപ്പൊ കുട്ടി മിഠായി തരാവോ എന്ന് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കണം. ആ കുപ്പി കണ്ടപ്പോ കണ്ടിരുന്ന ആ മുഖവും നമ്മൾ കയ്യിൽ മുട്ടായി കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന ആ കുഞ്ഞിന്റെ മുഖത്തെ ആനന്ദം, രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ നല്ല വ്യത്യാസം കാണാം. ഇനി മിഠായി തിന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ മധുരം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു മുഖഭാവം, ചാടി കളിച്ചോണ്ടൊക്കെ ഇങ്ങനെ മുഖമൊക്കെ ആട്ടി, അല്ലേ, നല്ല രസമായിരിക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണാം നമുക്ക്. അതിനാണ് അപ്പൊ ആദ്യം ആ കൊച്ചിന്റെ മുഖത്ത് ചെപ്പ് കണ്ടപ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു ആ മൂഡിനാണ് പ്രിയം എന്ന് പറയണേ. പിന്നെ നമ്മൾ മുട്ടായി കൈ കൊടുക്കുമ്പോൾ, അത് കിട്ടിക്കഴിയുമ്പോൾ കുഞ്ഞിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, ഭയങ്കര ആനന്ദം, അതിന് മോദം എന്ന് പറയും. മുട്ടായി തിന്നുമ്പോൾ, അതിന്റെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന് പ്രമോദം എന്ന് പറയും. ഇനി വീണ്ടും ചോദിച്ചു, അപ്പൊ നമ്മൾ എന്തു? ഇല്ല, ഇനിയിപ്പോ തരില്ല കേട്ടോ എന്ന് പറയും. ഇപ്പൊ തെപ്പറണം തന്നല്ലേ ഉള്ളൂ, ഇനിയിപ്പോ തരില്ല എന്ന് പറയും. അപ്പൊ കുട്ടി പറയും, ഇല്ല, ഞാൻ തിന്നില്ല, ചുമ്മാ കയ്യിൽ വെച്ചോട്ടെ, തരാവോ? ഞാൻ ഇനി തിന്നില്ല, ഞാൻ കൈ വെച്ചോളാം, പിന്നെ തിന്നോളാം, കൈ വെച്ചോളാം, തരാവോ എന്ന് ചോദിക്കും. പ്ലീസ് എന്ന് പറയും. അപ്പോ കുപ്പിയിലിരിക്കുമ്പോ അവിടെ ഉണ്ട് ആ സന്തോഷം, പോരാ, കയ്യിൽ കിട്ടുമ്പോ ഒരു കുറച്ചുകൂടെ ഒരു സന്തോഷം കൂടുതൽ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ തിന്നില്ല, കയ്യിൽ വെച്ചോളാം. അപ്പൊ കുപ്പിയിലിരിക്കുന്നതിനെക്കാട്ടിലും സന്തോഷം കയ്യിൽ വരുമ്പോ. കുപ്പിയിലിരിക്കുന്നതും തിന്നുന്നില്ല, കയ്യിലിരിക്കുമ്പോഴും പറയണം തിന്നില്ല എന്ന് പറയുന്നു. പക്ഷെ എന്റെ കൈവശം വന്നപ്പോഴുള്ള സന്തോഷം കുപ്പിയിലിരിക്കുന്നതിനെക്കാട്ടിലും വ്യത്യാസപ്പെട്ടതാണ്. ചുമ്മാ കയ്യിലിരുന്നാ മതി, ഇപ്പൊ ഞാൻ തിന്നുന്നില്ല പറഞ്ഞു, കയ്യിൽ കൊടുത്താൽ മതി, ഭയങ്കര സന്തോഷമാണ്, അത് കൈവച്ചുകൊണ്ടിരിക്കും. കഴിച്ചില്ലെങ്കിലും കയ്യിൽ കിട്ടണം എന്നൊരു ആഗ്രഹം. പ്രിയം, മോദം, പ്രമോദം എല്ലാം ഈ പറഞ്ഞ ഈ ആനന്ദമെല്ലാം ആത്മാനന്ദത്തിന്റെ റിഫ്ലക്ഷൻസ് മാത്രമാണ്, ആത്മാനന്ദത്തിന്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ് ശരിയായിട്ടുള്ള ആനന്ദം. അറിവിന്റെ പ്രതിബിംബം നമ്മൾ എവിടെയാ കണ്ടേ? അറിവിന്റെ പ്രതിബിംബം എവിടെയാ കണ്ടേ? വിജ്ഞാനമയ കോശത്തിൽ നമ്മൾ കണ്ടു. അറിവിന്റെ പ്രതിബിംബമാണ് വിജ്ഞാനമയ കോശം എന്ന് കണ്ടു.
ആത്മാനന്ദത്തിന്റെ പ്രതിബിംബമാണ് ആനന്ദമയ കോശം. സൂക്ഷ്മ ശരീരത്തില് സൂക്ഷ്മമായ ചിന്തകളാണ് സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാകുന്നത്. സൂക്ഷ്മമായ ചിന്തകളാണ് സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാവുക. ആ അറിവ് പ്രതിബിംബം അതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മമായ ചിന്തകളിൽ ആണ് ആനന്ദവും പ്രതിബിംബിക്കുന്നത്. വിജ്ഞാനമയ കോശം പഠിച്ചപ്പോൾ സൂക്ഷ്മമായ അറിവില് സൂക്ഷ്മമായ ചിന്തകളിൽ അറിവ് പ്രതിബിംബിക്കുന്നു എന്ന് കണ്ടു. അതുപോലെ സൂക്ഷ്മ ശരീരത്തിലെ സൂക്ഷ്മമായ ചിന്തകളിൽ ആനന്ദവും ആത്മാനന്ദവും പ്രതിബിംബിക്കും. സൂക്ഷ്മ ശരീരത്തില് എല്ലാ സമയവും ആനന്ദമാണോ? അല്ലല്ലോ. ദുഃഖമുണ്ട്. ദുഃഖവൃത്തിയുള്ള ചിന്തകൾ വരുമ്പോ ദുഃഖമുണ്ട്. ദുഃഖവൃത്തിയുള്ള ചിന്തകൾ ഉണ്ടാവുമ്പോ സൂക്ഷ്മ ശരീരത്തിൽ എന്തുണ്ടാവുന്നു? ദുഃഖമുണ്ടാകും. ദുഃഖമുണ്ട്. എപ്പോഴാണത്? ദുഃഖവൃത്തിയുള്ള ചിന്തകൾ, ദുഃഖവൃത്തികൾ വരുമ്പോ, ദുഃഖചിന്തകൾ വരുമ്പോ, അപ്പൊ ദുഃഖം. സൂക്ഷ്മ ശരീരത്തിൽ എല്ലാ സമയത്തും ആനന്ദമാണോ? അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മമായ ചിന്തകളിൽ ആണ് ആനന്ദം. ആനന്ദമുള്ള ചിന്തകൾ വരുമ്പോൾ ആത്മാനന്ദത്തിന്റെ ആനന്ദം അവിടെ പ്രതിബിംബിക്കുന്നു. അപ്പൊ എല്ലാ സമയവും ആനന്ദമല്ല, അത് പ്രതിബിംബിക്കുമ്പോൾ മാത്രമേ ആനന്ദം ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിത്യമായ ആനന്ദമല്ല. കാരണം ദുഃഖവും കൂടെ വരുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് ആ ശ്ലോകത്തിലേക്കൊന്ന് പോകാം. എന്താ പറയുന്ന ശ്ലോകത്തില്? ആനന്ദ പ്രതിബിംബ ചുംബിത തനുർ വൃത്തി വൃത്തിസ്തമോ ജൃംബിത. ആനന്ദ പ്രതിബിംബ ചുംബിത എന്താണ് പറഞ്ഞാൽ? തനു. അപ്പോ തനു എന്ന് പറഞ്ഞാൽ തന്മയോട് കൂടിയ, ആനന്ദത്തിന്റെ പ്രതിബിംബിക്കുന്ന തന്മയോട് കൂടിയ ഏതോ അത് ആനന്ദമയം എന്നാണ് പറയുന്നത്. ആനന്ദ പ്രതിബിംബ ചുംബിത തനു. അപ്പോ ആനന്ദത്തിന്റെ പ്രതിബിംബിക്കുന്ന തന്മയോട് കൂടിയ ഏതോ അതാണ് ആനന്ദമയ കോശം. പ്രതിബിംബ ആനന്ദം. ഈ പ്രതിബിംബ ആനന്ദം എനിക്ക് വേണ്ട, ഞാൻ ആനന്ദ സ്വരൂപമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് മോക്ഷം. ഞാൻ തന്നെ ആനന്ദ സ്വരൂപം. പ്രതിബിംബ ആനന്ദമല്ല എനിക്ക് വേണ്ടത്, ഞാൻ തന്നെ ആനന്ദ സ്വരൂപം എന്ന് തിരിച്ചറിയുന്നത് ആണ് മോക്ഷം. പ്രതിബിംബ ആനന്ദത്തെ യഥാർത്ഥ ആനന്ദം എന്ന് തെറ്റിദ്ധരിച്ചാണ് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിബിംബ ആനന്ദത്തെ യഥാർത്ഥ ആനന്ദം എന്ന് തെറ്റിദ്ധരിച്ച് നാം മുന്നോട്ട് പോകുന്നു. അതിനെ നമ്മൾ എന്താട്ടെ വിചാരിച്ചിരിക്കണേ? ഈ പ്രതിബിംബാനന്ദത്തിനെ ആത്മാനന്ദം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പിന്നെന്താണ് ഇവിടെ പറഞ്ഞേ ശ്ലോകത്തില്? വൃത്തിസ്തമോജൃംബിത. വൃത്തിസ്തമോജൃംബിത. വൃത്തി എന്ന് പറഞ്ഞാൽ ചിന്തകൾ. വൃത്തികൾ നമ്മൾ നേരത്തെ പഠിച്ചാണ്. വൃത്തികൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ. എന്താണ് ചിന്തകള്? പ്രിയ മോദ പ്രമോദ ചിന്തകൾ. പ്രിയം പ്രമോദം മോദം ചിന്തകൾ. തമോജൃംബിത. തമോജൃംബിത അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. തമോജൃംബിത. ആനന്ദമയ കോശം കാരണ ശരീരമാണ്. ആനന്ദമയ കോശം കാരണ ശരീരമാണ്. ആനന്ദമയ കോശം ഇത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മള് അന്നമയ കോശം എന്ന് വന്നപ്പോ സ്ഥൂല ശരീരം പറഞ്ഞു. പിന്നെ പ്രാണമയം, മനോമയം, വിജ്ഞാനമയം ഒക്കെ വന്നപ്പോ നമ്മൾ സൂക്ഷ്മ ശരീരം പറഞ്ഞു. ഇവിടെ ഇപ്പോ ആനന്ദമയം എന്ന് പറഞ്ഞാൽ കാരണ ശരീരമാണ്. കാരണ ശരീരത്തിൽ എന്താണ്? നമ്മുടെ ഈ കാരണ ശരീരത്തിൽ എന്താണ്? അതെങ്ങനെ കണ്ടുപിടിക്കാം? കാരണ ശരീരത്തിൽ എന്താണ്? കാരണ ശരീരമാണ്, കാരണമാണല്ലോ. അപ്പൊ ആ കാരണ ശരീരത്തിൽ എന്താണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മള് സ്വപ്നാവസ്ഥയിൽ നിന്ന് ആഴ്ന്ന ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ എവിടെ പോണേന്നറിയാമോ? നമ്മൾ പോകുന്നത് കാരണ ശരീരത്തിലോട്ടാണ്. സ്വപ്നാവസ്ഥയിൽ നിന്ന് ആഴ്ന്ന ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പോകുന്നു കാരണ ശരീരത്തിലേക്ക്. ശാസ്ത്രം പറയുന്നതാണത്. ആഴ്ന്ന ഉറക്കത്തിലേക്ക് പോകുമ്പോൾ കാരണ ശരീരത്തിലോട്ടാണ് പോകുന്നത്. ഉണർന്നിരിക്കുമ്പോൾ സ്ഥൂല ശരീരത്തില്, സ്വപ്നാവസ്ഥയില് സൂക്ഷ്മ ശരീരത്തില്, ആഴ്ന്ന ഉറക്കത്തില്
കാരണ ശരീരത്തിൽ. ഇത് പ്രത്യേകം ഓർക്കണം, വേറെ പല രീതിയിലും കേൾക്കാം, അതല്ല, ഇതാണ് യഥാർത്ഥം. കാരണ ശരീരത്തിൽ അവിടെ എന്തനുഭവിക്കുന്നു? ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും? ആനന്ദം, സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ അല്ലെ. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നേ? ഒരു അറിവില്ലായ്മയാണ്. ഒന്നും അറിഞ്ഞില്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നല്ലേ നമ്മൾ പറയാറ്. ഒന്നും അറിഞ്ഞില്ല കേട്ടോ, സുഖമായിട്ട് ഉറങ്ങി. അപ്പോ ഒന്നും അറിവില്ല എന്ന് പറഞ്ഞ നമ്മൾ പറയുന്നു സുഖമായിട്ട് ഉറങ്ങിയെന്ന്. അപ്പോ ആ സുഖം എന്തിൽ നിന്നാണ് ഉണ്ടായത്? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഈ ഭാഗം. കാരണശരീരമാണ് ആനന്ദമയ കോശം. കാരണശരീരത്തിൽ എന്താണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്ന ചോദ്യം വരുമ്പോൾ, നാം സ്വപ്നാവസ്ഥയിൽ നിന്ന് ആഴ്ന്ന ഉറക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പോകുന്നത് കാരണശരീരത്തിലോട്ടാണ്. സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മ ശരീരത്തിലാണ്, ജാഗ്രത അവസ്ഥയില് സ്ഥൂല ശരീരത്തിലാണ്, ആഴ്ന്ന ഉറക്കത്തിൽ കാരണശരീരത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ അവിടെ എന്തനുഭവിക്കുന്നു? അവിടെ നമ്മൾ ഒന്നും അറിഞ്ഞില്ല, അറിവില്ലായ്മയാണ്, ഒന്നിനെയും അറിയാതിരിക്കുന്ന അറിവില്ലായ്മ. ഈ അറിവില്ലായ്മയെയാണ് തമോജൃംഭിത എന്ന് പറയുന്നത്. തമോജൃംഭിത, തമ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, ഇരുട്ട്, അറിവില്ലായ്മ. ജൃംഭിത ഉണ്ടായത്, തമസ്സിൽ നിന്നുണ്ടായത്, അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടായത്, അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായ വൃത്തി. അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായ വൃത്തി. തമോജൃംഭിത വൃത്തി, അതാണ് വൃത്തിസ്തമോജൃംഭിത എന്ന് പറയും. തമോജൃംഭിത വൃത്തി, അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടായ ചിന്ത. ആ ചിന്ത, അറിവില്ലായ്മയിൽ നിന്നും ഉണ്ടായ ചിന്തയാണ് സുഖമാണ് എന്ന് നമ്മളെ തോന്നിപ്പിച്ചത്. ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു എന്ന് പറഞ്ഞു. ഒന്നും അറിയാത്തത് കൊണ്ടുണ്ടായ സുഖമാണത്. അത് തമോവൃത്തി കൊണ്ടാണ്, അറിവില്ലായ്മയിൽ നിന്നാണ്, അജ്ഞാനത്തിൽ നിന്നാണ് കാരണശരീരത്തിൽ വെച്ച് ഉണ്ടായത്. വെറും അജ്ഞാനം മാത്രമാണെങ്കിൽ, അവിടെ വൃത്തി ഇല്ലെങ്കിൽ, അവിടെ ചിന്തയില്ല എന്ന് വിചാരിക്കും, വൃത്തിയില്ല, വെറും അജ്ഞാനം മാത്രമാണെങ്കിൽ അവിടെ ആനന്ദം മാത്രമാണ്. വൃത്തിയില്ലെങ്കിൽ അവിടെ ആനന്ദം മാത്രമാണ്. അതുകൊണ്ടാണ് ആഴ്ന്ന ഉറക്കത്തിൽ അജ്ഞാനത്തിന്റെ കൂടെ സുഖവും ഉള്ളത്. അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായ വൃത്തി. വെറും അജ്ഞാനം മാത്രമാണെങ്കിൽ, വൃത്തിയില്ലെങ്കിൽ അവിടെ ആനന്ദം മാത്രമാണ്. പക്ഷേ ആഴ്ന്ന ഉറക്കത്തില് അജ്ഞാനത്തിന്റെ കൂടെ സുഖവും ഉണ്ട് അല്ലെ. അജ്ഞാനത്തിൽ എങ്ങനെ സുഖമുണ്ടാവുക? വൃത്തി ഉണ്ടെങ്കിൽ സുഖമുണ്ടാവൂ. പിന്നെയാണ് ആ സുഖത്തിന് തടസ്സം വരുന്നത്. എങ്ങനെയാ? ഉണരുമ്പോൾ വൃത്തികൾ ഉടലെടുക്കുമ്പോൾ, വേറെ വൃത്തികൾ ഉടലെടുക്കും. അപ്പൊ എന്താവും? ആ സുഖം നഷ്ടപ്പെടും, വൃത്തികൾ മാറും, അപ്പോൾ സുഖം നഷ്ടപ്പെടും. അതായത് വിക്ഷേപം ഉണ്ടാകും, വിക്ഷേപം ഉണ്ടാകും. വൃത്തി വിക്ഷേപമായി വരുമ്പോഴേക്കും അവിടെ എന്തായി? ആ സുഖമൊക്കെ നഷ്ടപ്പെടും. അതായത് എന്ത് വൃത്തിയാണ്? തമോവൃത്തിയിൽ നിന്നും രജോവൃത്തിയിലേക്ക് പോകും. തമോവൃത്തി കാരണ ശരീരത്തിൽ തമോവൃത്തി മൂലം, അജ്ഞാനം മൂലം ഒരു സുഖം അനുഭവിക്കുന്നു. ഒന്നും അറിഞ്ഞില്ല എന്നൊരു സുഖം, ഒരു ആനന്ദം. പിന്നീട് ഉണരുമ്പോ രജസ്വൃത്തി ഉണ്ടാകുന്നു, അതായത് വിക്ഷേപം ഉണ്ടാകുന്നു, അധ്യാസം വരുന്നു. എന്നിട്ടോ ആനന്ദം പോകുന്നു. പ്രതിബിംബ ആനന്ദത്തിന് പോലും അവിടെ തടസ്സം വരും. ഉണർന്നു കഴിയുമ്പോൾ പ്രതിബിംബാനന്ദം പോലും ഉണ്ടാകാത്ത അവസ്ഥ വരും. ദുഃഖങ്ങളെല്ലാം കയറി വരും, പല പല വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോ ഇവിടെ പറയുന്നു, ആനന്ദ പ്രതിബിംബ ചുംബിത തനു വൃത്തിസ്തമോജൃംബിത സ്യാദ് ആനന്ദമയ. അതാണ് ആനന്ദമയ. ആനന്ദമയ സ്യാത്, ഇത് തന്നെ ആനന്ദമയം. പ്രതിബിംബിക്കുന്ന ആനന്ദം ആനന്ദമയ കോശം. പ്രതിബിംബിക്കുന്ന ആനന്ദത്തെ ആനന്ദമയ കോശം. ഇനി അടുത്ത വരി എന്താണ്? പ്രിയാദി ഗുണകഃ ശ്രേഷ്ഠാർത്ഥലാഭോദയ. പ്രിയാദി ഗുണകഃ ശ്രേഷ്ഠാർത്ഥലാഭോദയ.
എന്താണ്? പ്രിയാദി ഗുണകഃ. ആനന്ദമയ കോശം പ്രിയം മുതലായ ഗുണങ്ങളോട് കൂടിയത്. നേരത്തെ പറഞ്ഞു 3 തരം: പ്രിയം, മോദം, പ്രമോദം. എന്താ പറഞ്ഞേ? പ്രിയം, മോദം, പ്രമോദം. അപ്പോ അങ്ങനെയുള്ള വൃത്തികളോട് കൂടി, ഗുണങ്ങളോട് കൂടിയതാണ് പ്രിയാദി ഗുണകഃ ആനന്ദമയ. ആനന്ദമയ കോശം അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയതാണ്. പിന്നെയോ സ്വ ഇഷ്ട അർത്ഥ ലാഭ ഉദയ. സ്വ ഇഷ്ട അർത്ഥ ലാഭ ഉദയ. ശ്രേഷ്ഠാർത്ഥ ലാഭോദയ എന്ന് പറഞ്ഞാൽ സ്വ ഇഷ്ട അർത്ഥ ലാഭ ഉദയ. അവനവന് ഇഷ്ടപ്പെട്ട വസ്തു ലാഭത്തിനാൽ തോന്നുന്നത്, അതാണ് ഇവിടെ ആനന്ദമയ കോശം. അവനവന് ഇഷ്ടപ്പെട്ട വസ്തു ലാഭത്തിനാൽ തോന്നുന്ന ആനന്ദം ആനന്ദമയ കോശത്തിലെ ആനന്ദം. ഈ ആനന്ദമയ കോശം എപ്പോൾ അനുഭവപ്പെടും? എപ്പോഴാണ് അനുഭവപ്പെടുക നമുക്ക്? ഈ ആനന്ദമയ കോശം എപ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? ലോകത്തിൽ എത്രയോ വസ്തുക്കളുണ്ട്. ഇഷ്ടപ്പെട്ടത് പലതുമുണ്ട്, ഇഷ്ടപ്പെടാത്തതും പലതുമുണ്ട്. ഇഷ്ടപ്പെട്ടത് ഉണ്ട്. ഇനി ആദ്യമായിട്ട് ആ ഇഷ്ടപ്പെട്ടത് എവിടെയാണ് എന്നറിയണം, അല്ലെ? എവിടെയെന്ന് അറിയുന്നു. പിന്നെന്താണ്? അതിനെ കാണണം, പിന്നെ അതിനെ ലഭിക്കണം, പിന്നെ നമ്മുടെ അധീനത്തിൽ വരണം, അനുഭവിക്കാൻ സാധിക്കണം. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇനിയാണ് ഒരു വലിയൊരു കാര്യം വരാൻ പോകുന്നത്. ഇഷ്ട അർത്ഥലാഭ, സ്വ ഇഷ്ട അർത്ഥലാഭ ഉദയ എന്നുള്ള ഭാഗത്തില് അവനവൻ ഇഷ്ടപ്പെട്ട വസ്തു ലാഭത്തിനാൽ തോന്നുന്നതാണ് ആനന്ദമയ കോശത്തിലെ ആനന്ദം. ഈ ആനന്ദം എപ്പോൾ അനുഭവപ്പെടും? ലോകത്തിൽ എത്രയോ വസ്തുക്കളുണ്ട്, ഇഷ്ടപ്പെട്ടത് പലതുമുണ്ട്. അവയെ എവിടെയാണെന്ന് ആദ്യം അറിയണം, പിന്നീട് അതിനെ കാണണം, പിന്നീട് അതിനെ ലഭിക്കണം, നമ്മുടെ അധീനതയിൽ വരണം. അപ്പോ അനുഭവിക്കാനും സാധിക്കണം. അപ്പൊ ഇതെല്ലാം സംഭവിക്കണം, എന്നാലേ ഈ ആനന്ദം ഉണ്ടാവുകയുള്ളൂ, അല്ലെ? ഈ ആനന്ദമയ കോശത്തിൽ ആനന്ദം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇഷ്ടപ്പെട്ട വസ്തു എവിടെയാണെന്ന് അറിയണം, ഇഷ്ടപ്പെട്ട വസ്തുവിനെ കാണണം, ഇഷ്ടപ്പെട്ട വസ്തുവിനെ ലഭിക്കണം, ഇഷ്ടപ്പെട്ട വസ്തുവിനെ അനുഭവിക്കാനും സാധിക്കണം. ഇത്രയും കാര്യങ്ങൾ നടക്കണം, അപ്പോഴേ ആനന്ദം ഉണ്ടാവുള്ളൂ. അതിനെന്താണ് മാർഗം? ശങ്കരാചാര്യസ്വാമി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. പുണ്യം വേണം. അതിന് വേണ്ട ഒരേ ഒരു കാര്യം പുണ്യം ഉണ്ടായിരിക്കണം. എന്നാലേ ഈ കാരണ ശരീരത്തില് ആ വൃത്തികളിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളില് ഇഷ്ടപ്പെട്ടവ, കാരണ ശരീരത്തില് ഇരിക്കുന്ന പൂർവജന്മങ്ങളായിട്ട് വെച്ചിരിക്കുന്ന ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ, അല്ലെ? പലർക്കും പലതല്ലേ ഇഷ്ടം. എല്ലാവർക്കും ഒരേ കാര്യങ്ങളാണോ ഇഷ്ടം? അല്ല. അത് തന്നെയാണ് ഈ പൂർവജന്മം ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് തന്നെ. എത്രയോ വാസനകൾ അകത്ത് കിടപ്പുണ്ട്. ആ വാസന കിടക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ കാരണ ശരീരം. അപ്പൊ അവിടെ ഒരുപാട് ഇഷ്ടങ്ങൾ കിടപ്പുണ്ട്. ആ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മുടെ കർമ്മഫലവും കൂടെ കൂടിയിട്ടാണ് ജന്മം വരുന്നത്. ആ ജന്മം കിട്ടുമ്പോൾ കർമ്മഫലത്തിൽ എന്തുണ്ടായിരിക്കണം? പുണ്യം ധാരാളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാരണ ശരീരത്തിലെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടങ്ങൾ, പലർക്കും പലതാ തോന്നുക, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം, ആ ഇഷ്ടം ഏതിനോടാണോ, ആ വസ്തു എവിടെയാണെന്ന് അറിയാൻ സാധിക്കുക, ആ വസ്തുക്കൾ എവിടെ കിട്ടുമെന്നറിയാൻ സാധിക്കുക, ആ വസ്തുക്കളെ കാണാൻ സാധിക്കുക, അടുത്ത സ്റ്റേജിൽ ആ വസ്തു ലഭിക്കാൻ കയ്യിൽ നമ്മുടെ അധീനതയിൽ വരാൻ പറ്റുക, അടുത്തതായിട്ട് അധീനതയിൽ വന്ന വസ്തുവിനെ അനുഭവിക്കാൻ സാധിക്കുക. ഇത്രയും ആകുമ്പോഴേ ഈ ആനന്ദമയ കോശത്തിന്റെ പ്രതിബിംബമായിട്ടുള്ള ആനന്ദം, അപ്പോഴും പ്രതിബിംബാനന്ദമാണ്, ആ പ്രതിബിംബാനന്ദം പോലും ലഭിക്കുകയുള്ളൂ. അപ്പൊ പ്രതിബിംബാനന്ദം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പുണ്യം വേണം. ഇപ്പൊ കണ്ടു ഇഷ്ടപ്പെട്ട വസ്തുവിനെ എത്രയോ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ലഭിക്കുന്നില്ല. അതിനുള്ള പുണ്യമില്ല, ലഭിക്കത്തില്ല. കാണും പക്ഷെ ലഭിക്കില്ല. അപ്പൊ ആനന്ദം ഉണ്ടോ? കണ്ടപ്പോ മാത്രമുള്ള ആനന്ദം കൊണ്ട് തൃപ്തിയാവുമോ? ഇല്ല. അങ്ങനെയുള്ളതുണ്ട്. ഏതാണെന്നറിയാമോ? ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി എന്താ പറയാ, എവിടെയെങ്കിലും സ്ഥലം കാണാൻ പോകുമ്പോ അവിടെ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമില്ല, കാണണമെന്നേ ഉള്ളൂ. ബസ്, അത് അവിടെ തീർന്നു. പക്ഷെ ഏതെങ്കിലും വസ്തു ലഭിക്കാമെന്ന ആഗ്രഹം, ചിലതിന് ലഭിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് അനുഭവിക്കൊന്നും വേണ്ട, ലഭിച്ചാൽ മതി, കയ്യിൽ കിട്ടുന്നത് തന്നെ ഒരു അനുഭവമായിട്ട് തോന്നി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിലത് അങ്ങനെയല്ല, സ്ഥൂല ശരീരം കൊണ്ട് അനുഭവിക്കണം.
അങ്ങനെയുണ്ട് അനുഭവത്തില്. ഇപ്പൊ കാഴ്ചയിൽ തന്നെ അതുണ്ട്, കാഴ്ചയിൽ അതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ദൂരസ്ഥലത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, ആ വെള്ളച്ചാട്ടം കാണണം കാണണം എന്നൊരു ആഗ്രഹം ആരൊക്കെയോ പറഞ്ഞപ്പോൾ മനസ്സിൽ നേരത്തെ കടന്നിരുന്നതനുസരിച്ച് ഒരു ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും തോന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഇതുള്ളത് കൊണ്ടാണ് ആരെങ്കിലും പറയുമ്പോൾ ശരിയാണ് കാണണം എന്ന് തോന്നുന്നത്. അപ്പൊ കാണണം എന്ന് തോന്നി, അതിനുള്ള സാഹചര്യം ഉണ്ടായി, അതിന് വണ്ടിയോ കാര്യമോ ഒക്കെ വിളിച്ചു പോയി കണ്ണുകൊണ്ട് അത് അനുഭവിക്കുന്നു. അവിടെ അനുഭവം നടക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് അത് അനുഭവിക്കുന്നു. കേട്ടപ്പോൾ ആദ്യത്തെ പ്രിയം ഉണ്ടായി, പിന്നീട് മോദമുണ്ടായി. ഇപ്പോ വണ്ടിയെ കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ആ സംഭവത്തിലേക്ക് നടക്കാൻ ഇപ്പൊ എത്താൻ പോകുന്നു, അവിടെ എത്തുന്നു. അപ്പോ മോദമായി, കാണുമ്പോ പ്രമോദവും ആയി, അനുഭവവും ആയി. അപ്പൊ ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ പുണ്യം വേണം, അല്ലെങ്കിൽ സമയത്ത് വണ്ടി കിട്ടില്ല, പോകാൻ പറ്റില്ല. പോയാൽ തന്നെ ചിലപ്പോ സംഭവിക്കാറില്ലേ, കന്യാകുമാരി പോവും ചിലപ്പോ പോകാൻ. ഇത് ഉദയവും അസ്തമനവും കാണാനായിട്ട് കന്യാകുമാരി പോകും. എത്രയോ പേർക്ക് പറ്റുന്ന. അവിടെ ചെന്ന് കഴിയുമ്പോ അന്ന് നല്ല മഴക്കാറായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. രാവിലെയും കണ്ടില്ല, വൈകുന്നേരം കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് നോക്കാൻ പിറ്റേ ദിവസം നിന്നു, അന്നും പറ്റിയില്ല, തിരിച്ചു പോകും. അപ്പോ ആഗ്രഹിച്ചു, പോയി, അവിടെ ചെന്നപ്പോ അനുഭവം ഉണ്ടായില്ല, കാണാൻ പറ്റിയില്ല. അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് സംഭവിക്കാം. ഇപ്പൊ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ എന്തുണ്ടാവണേ, പുണ്യത്തിന്റെ കുറവ് കൊണ്ട് ശരീരത്തിന് അസുഖങ്ങൾ വരുന്നു. വലിയ ഇഷ്ടമാണ് മധുരം, അല്ലേ? മധുരം ഇഷ്ടമാണ്, നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും, പക്ഷെ കഴിക്കാൻ പറ്റില്ല. കഴിച്ച കുഴപ്പമാവും, ഡോക്ടർ പറഞ്ഞിട്ട് കഴിക്കരുതെന്ന്. അപ്പൊ ആഗ്രഹമുണ്ട്, മുന്നിൽ കൊണ്ടുവച്ചൊരു സന്തോഷമൊക്കെ ഉണ്ടായി, പക്ഷെ കഴിക്കുന്ന സന്തോഷം പ്രമോദത്തിലേക്ക് പോകാൻ പറ്റിയില്ല. അതിനുള്ള പുണ്യമില്ല. എന്തോ പുണ്യമില്ലായ്മ കൊണ്ടാണ് അവസാന സമയത്തൊക്കെ കഴിക്കാൻ പറ്റാതെ വരുന്നത്. പ്രായമായി ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ ഷുഗർ കൂടി പ്രശ്നമായി, ഇനി അത് കഴിക്കണ്ട കേട്ടോ. ഡോക്ടർ പറയുമ്പോൾ എന്താ, ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്, ഇനിയും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അത് വേണ്ട എന്ന് വെക്കും. ആഗ്രഹം പോയിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അവിടെ വിരക്തിയൊന്നും വന്നിട്ടില്ല. വിരക്തി വന്നാൽ കുഴപ്പമില്ല, പക്ഷെ വിരക്തി വന്നിട്ടില്ല, വിരക്തി ഒന്നും ആയിട്ടില്ല. ഇതൊന്നും ചിന്തിക്കാനേ പറ്റില്ല വിരക്തിയെ കുറിച്ച്. ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുക, പക്ഷെ പലതും സാധിക്കുന്നില്ല. പുണ്യത്തിന്റെ കുറവ് കൊണ്ട് സാധിക്കുന്നില്ല. ഇതാണ് ശങ്കരാചാര്യ സ്വാമിയുടെ പറഞ്ഞു തരുന്നത്. ആനന്ദമയ കോശം അനുഭവിക്കണമെങ്കിൽ പുണ്യം വേണം. അടിവരയിട്ട് ഓർത്തോളുക. ആനന്ദമയ കോശത്തിലെത്തി ആനന്ദമയ കോശം അനുഭവിക്കണമെങ്കിൽ, പ്രതിബിംബാനന്ദം അനുഭവിക്കണമെങ്കിൽ പോലും പുണ്യം വേണം. അപ്പോ അടുത്തത് പുണ്യം വേണം ആനന്ദമയ കോശത്തിലെത്താൻ. അപ്പൊ ആനന്ദം അനുഭവിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? പുണ്യം തീരുന്നില്ലേ? പുണ്യം നമ്മൾ സമ്പാദിച്ച് വെച്ച പുണ്യം തീരുന്നില്ലേ? ഇപ്പൊ 1 2 3 അങ്ങനെ എഴുതിയിട്ട് ഒരു 10 ബോക്സിനകത്ത് പുണ്യം നേടി വെച്ചിരിക്കുകയാണ്. ആനന്ദമയ കോശത്തിൽ ആദ്യം ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കണ്ടു, പുണ്യം കൊണ്ട് ആദ്യത്തെ പെട്ടിയിലെ പുണ്യം, 10 പെട്ടിയിൽ പുണ്യമുണ്ട്, ആദ്യത്തെ പെട്ടിയിലെ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം എടുത്തു. ആ പുണ്യമെടുത്ത് ഇപ്പോ അത് പ്രകൃതി നമുക്ക് ആ പുണ്യത്തെ തന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ട വസ്തുവിനെ നമുക്ക് കാണാൻ സാധിച്ചു, അതിനെ അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ആദ്യത്തെ പെട്ടിയിലെ പുണ്യം എന്തുണ്ടാവും? ഇരുന്നുകൊണ്ടേ ഇരിക്കും അവിടെ? ഇല്ല, അത് തീർന്നു. ഇനി എത്രയുണ്ട്? ഇനി 9 ഉള്ളൂ. ഒരു പുണ്യം തീർന്നു. കുറെ ആനന്ദം അനുഭവിച്ചപ്പോ ഒരു പുണ്യം തീർന്നു. ഇനി അടുത്ത വസ്തുവിനെ കാണുമ്പോൾ അത് വേണം, ഇത് തോന്നണം, അങ്ങനെ ഇല്ലേ? ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിൽ പല 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 മോഹങ്ങൾ വരും, പല 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 ആഗ്രഹങ്ങൾ വരും. എന്നിട്ട് അതെല്ലാം ലഭിക്കണമെന്ന് തോന്നും, അതെല്ലാം കിട്ടണമെന്ന് തോന്നും. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ സമ്പാദിച്ചു വെച്ച പുണ്യം കുറേശ്ശെ 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 തീർന്നുകൊണ്ടിരിക്കും. ഇത് ഓർക്കണം. ഇത് നമ്മൾ ഓർക്കാറേ ഇല്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കില്ല, പുണ്യം അനുസരിച്ചേ കിട്ടുള്ളൂ. പുണ്യം തീർന്നാൽ തീർന്നു. അതിനുള്ള ഭാഗ്യമില്ല എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പുണ്യമില്ല. അപ്പൊ പുണ്യത്തെ ഉപയോഗിക്കലാണ് ശരിക്കും പറഞ്ഞാൽ ആനന്ദമയ കോശത്തിൽ സംഭവിക്കുന്നത്. പുണ്യം തീർക്കുന്ന കാലം ആ അനുഭവിക്കലാണ് ആനന്ദം. പുണ്യം തീർക്കുന്ന കാലത്ത് പുണ്യത്തെ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ് ആനന്ദമയ കോശത്തിലുള്ള നമ്മുടെ ഇരിപ്പ്. പുണ്യത്തെ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോ? ആനന്ദമയ കോശത്തിൽ വിഹരിക്കുമ്പോൾ. പുണ്യസ്യ അനുഭവേ, നന്നായിട്ട് പറഞ്ഞിട്ടത്, പുണ്യസ്യ അനുഭവേ. അടുത്തതിൽ പറഞ്ഞു പുണ്യസ്യ അനുഭവേ വിഭാതി കൃതിന ആനന്ദരൂപസ്വയം.
പുണ്യസ്യാനുഭവേ വിഭാതി കൃതിന ആനന്ദരൂപ സ്വയം. പുണ്യസ്യ അനുഭവേ, പുണ്യമനുഭവിക്കുമ്പോൾ, കൃതിന എന്നുള്ളതിന് ഇവിടെ പുണ്യം ചെയ്തവർക്ക് എന്നാണ് അർത്ഥം. ഇവിടെ കൃതിന എന്നുള്ളതിന് പുണ്യം ചെയ്തവർക്ക്, പുണ്യസ്യ അനുഭവേ, പുണ്യമനുഭവിക്കുമ്പോൾ, കൃതിന പുണ്യം ചെയ്തവർക്ക്, ആനന്ദസ്വരൂപ സ്വയം ഭൂത്വ, അവർ ആനന്ദമയ കോശത്തിൽ ഇരുന്നു കൊണ്ട്, അതാണ് ആനന്ദരൂപ സ്വയം ഭൂത്വ, അങ്ങനെ അവനവൻ ആനന്ദമായിട്ട് സ്വയം ഭൂത്വ ആനന്ദമയ കോശത്തിൽ വിഭാതി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു, വിഭാതി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, വിളങ്ങിക്കൊണ്ടിരിക്കുന്നു, ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആര്? പുണ്യസ്യ അനുഭവേ കൃതിന, പുണ്യം ചെയ്തവർ പുണ്യം അനുഭവിക്കുമ്പോൾ ആനന്ദമയ കോശത്തിൽ അവർ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഈ പുണ്യം എങ്ങനെയാ വരിക? ഈ പുണ്യം അധ്വാനത്തിലൂടെയും അല്ലാതെയും ഇഷ്ടവസ്തു അനുഭവമായി വരും. എല്ലാ സമയത്തും അധ്വാനത്തിലൂടെയാണോ നമുക്ക് ഇഷ്ടവസ്തു അനുഭവം ഉണ്ടാകുന്നത്? ജീവിതത്തിൽ നോക്കണം, വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. എല്ലാ സമയവും അതികഠിനമായ അധ്വാനത്തിലൂടെയാണോ ഈ പുണ്യം വെളിപ്പെടുന്നത്? അല്ല. പല സമയത്തും അധ്വാനമില്ലാതെ തന്നെ പല സന്തോഷങ്ങളും അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരാറുണ്ട്. പല സന്ദർഭങ്ങളിലും ഈ ആനന്ദം, ഈ സന്തോഷം, അല്ലെങ്കിൽ ഈ ഇഷ്ടവസ്തു ലാഭം, ഇഷ്ടവസ്തു കൈവശം വരൽ, ഇഷ്ടവസ്തു അനുഭവിക്കലൊക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാറുണ്ട്, പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലാതെ. അതാണ് പുണ്യം. അതേസമയം അധ്വാനിച്ചിട്ടും കിട്ടാത്ത എത്രയോ സന്ദർഭങ്ങളുണ്ട്. കാരണം അവിടെ പുണ്യം, അത്രമാത്രം പുണ്യം ഇല്ല നമ്മുടെ സ്റ്റോക്കിൽ. അപ്പോ ഇഷ്ടവസ്തു ലഭ്യ അനുഭവങ്ങളായിട്ട് വരുന്നത് പ്രയത്നം കൊണ്ടും അല്ലാതെ വരും. ആനന്ദമയ കോശം വെളിപ്പെടുവാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടുമില്ല. ആനന്ദമയ കോശം വെളിപ്പെടാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ? വേണ്ട. ചിലപ്പോൾ അധ്വാനം കൊണ്ട് വരും, ചിലപ്പോൾ അല്ല, തനിയെ തന്നെ വന്നു, തനിയെ വരും. ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കാതെ പല സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ആനന്ദമയ കോശത്തിൽ നമ്മൾ ഇരിക്കും, എത്രയോ സമയം ഇരിക്കും. അത് പുണ്യം കൊണ്ട് വരുന്നതാണ്. നമ്മൾ പറയാറില്ലേ, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടു, അപ്പുറത്തെ ആ വീട്ടിലായാല് എന്ത് സുഖം, അവർക്ക് എന്ത് സന്തോഷം അനുഭവിക്കുന്നത്. എന്നാൽ അവരെന്നെ ചെയ്ത്, അവരൊന്നും ചെയ്തിട്ടില്ലെന്നേ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരെന്ത് ചെയ്തു, അവരൊന്നും ചെയ്തിട്ടില്ല. നമ്മളാണെങ്കിൽ എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അവരിതേ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നല്ലോ, പ്രത്യേകിച്ച് ഒന്നും അവർ ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് വരുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ, ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ കിട്ടുന്നു, അവർ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരെയും കുറ്റം പറയണ്ട, അവർ തന്നെ സമ്പാദിച്ചതാണ്. ഈ ജന്മത്തിൽ അവർ സമ്പാദിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ മുൻ ജന്മങ്ങളില്, പൂർവ്വജന്മങ്ങളില് അവര് ധാരാളം പുണ്യം സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരാണ്, ജീവന്മാരാണ്. പുണ്യം സമ്പാദിച്ചു വെച്ച ആത്മാവെന്ന് പറയരുത്, പുണ്യം സമ്പാദിച്ചു വെച്ച ജീവന്മാരാണ്. നമ്മൾ ഈ രണ്ടും തിരിച്ചറിയണം. ആത്മാ ജീവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകാവൂ. പുണ്യം ചെയ്ത ജീവന്മാരാണ്. അവരാ ജീവന്മാര് ചെയ്ത പുണ്യത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ, പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ചെയ്യാതെ. നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതിന്റെ ഫലം കിട്ടും. ഇപ്പൊ കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോ ഓൾറെഡി പുണ്യത്തിനെക്കാട്ടിലും കൂടുതൽ ഒരു പക്ഷെ പാപമായിരിക്കാം കഴിഞ്ഞ ജന്മങ്ങളിലെ. അവ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അതിനാലാണ് ഇപ്പോൾ നമുക്ക് അധ്വാനിച്ചിട്ട് പോലും സന്തോഷം അല്ലെങ്കിൽ ആനന്ദമയ കോശത്തിൽ എത്താൻ പറ്റാത്തത് എന്ന് തിരിച്ചറിയണം. അപ്പോ ആനന്ദമയ രൂപ സ്വയം ഭൂത്വ എന്ന് പറഞ്ഞു. ഇനി ഇഷ്ടമുള്ള ഭക്ഷണം കണ്ടു, കിട്ടി, കഴിക്കുന്നു. അപ്പൊ ആനന്ദം ലഭിക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഇഷ്ടമുള്ള വസ്തുവിനെ കണ്ടു, കിട്ടി, കഴിച്ചു, നല്ല ആനന്ദം. വേറെ എന്തെങ്കിലും പ്രയത്നം ചെയ്യണോ ആനന്ദം അനുഭവിക്കാൻ? ഒന്നും ചെയ്യണ്ട. ഇഷ്ടമുള്ള വസ്തുവിനെ കാണുന്നു, കിട്ടുന്നു, കഴിക്കുന്നു, ഓക്കെ, അവിടെ തീർന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അതേസമയം ചിലപ്പോ ഇഷ്ടവസ്തുവിനെ കണ്ടാൽ അത് ജൽപ്പിക്കില്ല. നേരത്തെ പറഞ്ഞ മാതിരി പുസ്തകം കണ്ടു, പക്ഷെ അപ്പൊ പറഞ്ഞു വേറൊരാൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു കോപ്പിയേ ഉള്ളൂ, ഇനി അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, പോയില്ലേ? അതേമാതിരി പലപ്പോഴും പല സന്ദർഭങ്ങളിലും അത് ഉണ്ടാകാറുണ്ട്.
ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ ആനന്ദം ലഭിക്കും ഇല്ലേ? അകത്തേക്ക് ചെന്ന നാക്കിൽ വെച്ച് സ്വാദ് അറിയുമ്പോഴേ ആനന്ദമായി. ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദം ഉടനെ ലഭിക്കും. പ്രത്യേകിച്ച് എഫർട്ടൊന്നും വേണ്ട. ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദം ഉണ്ടാകാൻ പ്രത്യേകിച്ച് എഫർട്ട് ആവശ്യമില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആനന്ദം ഉണ്ടാകാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കഴിക്കുമ്പോൾ ഉടനെ അനുഭവത്തിൽ ഉടനെ ലഭിക്കുന്നു. നോ എഫർട്ട്. എഫർട്ട് എന്തിനാണ്? ഇത് അക്വയർ ചെയ്യാൻ. ഈ ഇഷ്ടഭക്ഷണത്തെ കിട്ടുവാനായിട്ടൊരു പക്ഷെ അധ്വാനം വേണ്ടി വരും. ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുവാനായിട്ട് ഒന്നിലെ കുറെ ദൂരം നടന്നിരുന്ന് ഇന്ന ഹോട്ടലിൽ ചെന്ന് ആ പ്രത്യേക ഭക്ഷണം അവിടെ നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പോയി മേടിക്കണം, അതിനുള്ള പൈസ വേണം, അങ്ങനെയുള്ള ഇഫർട്ടൊക്കെ ഉണ്ടാവും. അത് കൈവശം വരാൻ വേണ്ടിയിട്ടാണ്. കഴിക്കുമ്പോൾ ഉള്ള ആനന്ദത്തിന് പ്രത്യേകിച്ച് ഇഫർട്ടൊന്നും വേണ്ട. കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിന് പ്രത്യേകിച്ച് ഇഫർട്ടൊന്നും വേണ്ട. കാരണം അതാരാണ് തരുന്നേ? അത് തരുന്ന ആളാണ് പുണ്യം. അത് തരുന്ന ആളാണ് പുണ്യം. ഇതാണ് ആ അവസാന വരിയില് പറഞ്ഞത്. എന്താണ് അവസാന വരി പറഞ്ഞേ? ഭൂത്വാനന്ദതി യത്ര സാധു തനുഭൃൻ മാത്ര പ്രയത്നം വിന. തനുഭൃൻ മാത്ര പ്രയത്നം വിന തത്ര സാധു തനുഭൃൻ മാത്ര പ്രയത്നം വിന എന്ന് പറഞ്ഞു. തനുഭൃൻ ശരീരം ലഭിച്ചവൻ ആണ് തനുഭൃൻ എന്ന് പറഞ്ഞാൽ ശരീരം ലഭിച്ച ആൾ, ആ ജീവൻ, ശരീരം ലഭിച്ച ജീവൻ. തനുഭൃൻ മാത്രം, അതായത് ശരീരം ലഭിച്ചാൽ മാത്രം മതി. ഈ പുണ്യം ചെയ്ത ആൾക്ക് ശരീരം ലഭിച്ചാൽ മാത്രം മതി. ധാരാളം പുണ്യമുണ്ട്. അനുഭവത്തിന് എന്താ വേണ്ടേ? ശരീരം വേണം അല്ലെ? ശരീരം കിട്ടിയാലല്ലേ ഈ ആനന്ദമയകോശ പ്രതിബിംബത്തിൽ കൂടിയുള്ള ആനന്ദം ലഭിക്കുകയുള്ളൂ. ഇഷ്ടവസ്തു ദർശനം ഉണ്ടാവുകയുള്ളൂ, ഇഷ്ടവസ്തു ലഭ്യത ഉണ്ടാവുകയുള്ളൂ, ഇഷ്ടവസ്തു അനുഭവം ഉണ്ടാവുകയുള്ളൂ. എപ്പോൾ? ശരീരം ലഭിച്ചാലേ ഉള്ളൂ. അപ്പൊ ശരീരം ലഭിച്ചാൽ മാത്രം മതി. പുണ്യം കൊണ്ട് ശരീരം ലഭിച്ചാൽ മാത്രം മതി. എന്തുണ്ടാവും? പുണ്യമുള്ള ഒരു വ്യക്തിക്ക് ആനന്ദമയ കോശത്തിൽ ഇരിക്കാൻ സാധിക്കും. ആനന്ദമയ കോശ അനുഭവം ഉണ്ടാകും. പുണ്യം ചെയ്തൊരാൾക്ക് ശരീരം ലഭിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. അപ്പൊ പുണ്യം വഴിയുള്ള ആനന്ദം ലഭിക്കും. ശരീരം ലഭിച്ചാൽ പുണ്യം വഴി, പുണ്യം ചേർത്ത് വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ ജന്മങ്ങളിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ പുണ്യം അനുഭവിക്കണമെങ്കിൽ ശരീരം കിട്ടണം. ശരീരം കിട്ടിക്കഴിയുമ്പോൾ ആനന്ദാനുഭവം അവിടെ ഉണ്ടാകും. ആര് മുഖാന്തരം? പുണ്യം മുഖാന്തരം. പ്രയത്നം വിനാ, ആനന്ദത്തിന്റെ അനുഭവത്തിന് ഉള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ പ്രയത്നം വേണമായിരിക്കാം. പക്ഷെ ആനന്ദം ഉണ്ടാകാൻ പ്രത്യേകിച്ച് പ്രയത്നം വേണ്ട. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആനന്ദം അനുഭവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുവാൻ പ്രയത്നം ആവശ്യമായിരിക്കാം. പക്ഷേ ആനന്ദം ഉണ്ടാകാൻ, ഇഷ്ടവസ്തു ലഭിച്ചത് അനുഭവിക്കുമ്പോൾ ആനന്ദം ഉണ്ടാകാൻ, അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രയത്നം വേണ്ട. ആ ആനന്ദ അനുഭവം മനസ്സിൽ തരുന്നത്, ആ കാരണ ശരീരത്തില് ഉള്ള ആ വാസനയ്ക്കനുസരിച്ചുള്ള ആനന്ദം തരുന്നത് പുണ്യമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. പുണ്യമാണ് ആനന്ദമയ കോശത്തിലെ ആനന്ദത്തെ, ആ ആത്മാവിന്റെ പ്രതിബിംബാനന്ദത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മള് സമ്പാദിച്ചിട്ടുള്ള പുണ്യം ആണ്. അപ്പൊ ആനന്ദം ഉണ്ടാകാൻ പ്രത്യേകിച്ച് പ്രയത്നം വേണ്ട. എത്ര, എപ്പോൾ, സാധു നല്ലവണ്ണം നന്ദതി സന്തോഷമായിരിക്കുന്നു. അതായത് ആനന്ദം അനുഭവിക്കുന്ന ആള് പ്രത്യേകിച്ച് പ്രയത്നമൊന്നുമില്ലാതെ നല്ല സന്തോഷമായിരിക്കുന്നു. എപ്പോൾ? ധാരാളം പുണ്യം സമ്പാദിച്ച് ശരീരം ലഭിച്ചിട്ടുള്ള ആള്, ധാരാളം പുണ്യം ചെയ്ത് ശരീരം കിട്ടിയിട്ടുള്ള തനുഭ്രൻ സാധു. എത്ര സാധു തനുഭ്രൻ മാത്ര പ്രയത്നം വിനാ. പുണ്യം തരുന്ന ആ പുണ്യം കൊണ്ട് ഉണ്ടാകുന്ന ആനന്ദത്തെ അനുഭവിക്കാൻ ഒരു ശരീരം മാത്രം കിട്ടിയാൽ മതി. ബാക്കി ആനന്ദം അനുഭവം പുണ്യം തന്നോളും. ആ സാഹചര്യത്തിന് വേണ്ടി ഒരു പക്ഷെ പ്രവർത്തിക്കേണ്ടി വന്നേക്കാം. ആനന്ദം ഉണ്ടാകുന്നത് പുണ്യം കൊണ്ടാണ്. അതെ, ഒരേ വസ്തു എല്ലാവരും
ഒരു ഒരു പ്രത്യേക ഒരു മധുരമുള്ളൊരു പദാർത്ഥം എല്ലാവരും കഴിക്കുമ്പോൾ എല്ലാവർക്കും ആനന്ദമുണ്ടോ? ഇല്ല. അത് ആ ആനന്ദം അനുഭവിക്കുന്നത് അത് പുണ്യമുള്ള ആൾ മാത്രമേ അത് അനുഭവിക്കുള്ളൂ. മറ്റേ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും കിട്ടുമ്പോഴായിരിക്കും സന്തോഷം, ആനന്ദം ഉണ്ടാകുന്നത്. അയാളുടെ പുണ്യമനുസരിച്ചായിരിക്കും ആ വസ്തു അയാളുടെ കിട്ടുന്നതിലും അയാൾ അതിന്റെ ആനന്ദം അനുഭവിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവനവൻ ചെയ്ത പുണ്യമനുസരിച്ചാണ് അവനവന്റെ ഉള്ളിൽ ആനന്ദം വെളിപ്പെടുന്നത്. അതാണ് നേരത്തെ പറഞ്ഞത്. പുണ്യം തരുന്ന ആനന്ദം പ്രത്യേക പ്രയത്നം കൂടാതെ അനുഭവിക്കുന്ന ആൾ ആനന്ദമയ കോശത്തിൽ ഇരിക്കുന്നു. ഈ ആനന്ദമയ കോശവും ആത്മാ അല്ല. ഇത്രയും പറഞ്ഞപ്പോ അത് മനസ്സിലാവുമല്ലോ. ഇത്രയും വിശദമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വന്നപ്പോ എന്ത് മനസ്സിലായി? ഈ ആനന്ദമയ കോശം ആത്മാ അല്ല, ആത്മാനന്ദമല്ലത്, ആത്മാനന്ദത്തിന്റെ പ്രതിബിംബം മാത്രമാണ്. ഇഷ്ടവസ്തു കിട്ടുമ്പോ, ഇഷ്ടവസ്തു കാണുമ്പോ, ഇഷ്ടവസ്തു ലഭിക്കുമ്പോ, ഇഷ്ടവസ്തു അനുഭവിക്കുമ്പോൾ എല്ലാം ഉണ്ടാകുന്ന ആനന്ദം സാക്ഷാൽ സച്ചിദാനന്ദത്തിന്റെ, ആനന്ദസ്വരൂപത്തിന്റെ, പരമാത്മസ്വരൂപത്തിന്റെ ആനന്ദത്തിന്റെ പ്രതിബിംബം മാത്രമാണ്. അത് ലഭിക്കുന്നത് പുണ്യത്തിൽ കൂടി മാത്രമാണ്. പുണ്യമാണ് ആനന്ദ അനുഭവം തരുന്നത്. ആത്മാനന്ദം പുണ്യം കൊണ്ട് നേടുന്നതല്ല. ആത്മാനന്ദം ജ്ഞാനം കൊണ്ട് നേടുന്നതാണ്. പുണ്യം കൊണ്ട് ആത്മാനന്ദം കിട്ടില്ല. പുണ്യം കൊണ്ട് കിട്ടുന്നതാണ് ഈ പറഞ്ഞ ആനന്ദമയ കോശ അനുഭവം. ആത്മാനന്ദം ലഭിക്കണമെങ്കിൽ ജ്ഞാനത്തിൽ കൂടിയേ കിട്ടുകയുള്ളൂ. ആ ജ്ഞാനം നേടാനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. നമ്മൾ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി എന്താണ് ഓരോ കോശങ്ങളും, 5 കോശങ്ങൾ ആരൊക്കെയാണ്, നമ്മൾ ഇവിടെ നിന്നാ മതിയോ, പോരാ എന്ന് പറഞ്ഞ് ശങ്കരാചാര്യ സ്വാമികള് ശരിയായിട്ടുള്ള ആത്മാനന്ദം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. നിങ്ങൾ അന്നമയ കോശമല്ല, നിങ്ങൾ പ്രാണമയ കോശമല്ല, നിങ്ങൾ മനോമയ കോശമല്ല, നിങ്ങൾ വിജ്ഞാനമയ കോശമല്ല, നിങ്ങൾ ആനന്ദമയ കോശവുമല്ല. അപ്പൊ ഏറ്റവും ഇനി ബാക്കിയൊക്കെ കടന്നു എന്ന് വിചാരിക്കാം. കേൾക്കുമ്പോ തോന്നും ആനന്ദമയ കോശവും പരമാനന്ദവും ഒന്ന് തന്നെയല്ലേ? അല്ല എന്നിവിടെ പറഞ്ഞു തരികയാണ്. പരമാനന്ദത്തിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് ആനന്ദം. നമ്മൾ അനുഭവിക്കുന്ന എന്തൊക്കെയാണ് പറഞ്ഞേ? പ്രിയം, മോദം, പ്രമോദം എന്ന ഏറ്റക്കുറച്ചിലുകൾ ആനന്ദത്തില്. അതനുസരിച്ച് വരുന്ന ഏറ്റവും കൂടുതൽ പ്രമോദം. ഇതെല്ലാം ആനന്ദമയ കോശം എന്ന് പറയുന്ന അവിടെ ഉള്ളതാണ്. അത് ആത്മാനന്ദത്തിന്റെ പ്രതിബിംബം മാത്രമാണ്. അതിനാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നെ. ഈ ആനന്ദമയ കോശത്തിലെ ആനന്ദം അനുഭവിക്കാൻ ഒരു ശരീരം കിട്ടിയാൽ മാത്രം മതി. ആ ശരീരം കിട്ടിയ അയാൾക്ക് പുണ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രയത്നവും ചെയ്യാതെ തന്നെ ആ ഇഷ്ടവസ്തു ദർശനവും ലഭ്യതയും കഴിഞ്ഞ് അത് അനുഭവിക്കുമ്പോൾ ആ ആനന്ദം വെളിപ്പെടും. ഇതാണ് ഈ ശ്ലോകത്തിൽ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇനിയും കുറെ കൂടെ കാര്യങ്ങളെ ആനന്ദമയ കോശത്തെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തരുന്നുണ്ട്. അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് നോക്കാം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാം നന്നായിട്ട് മനസ്സിൽ ഉറയ്ക്കാനും തിരിച്ചറിയുവാനുമുള്ളൊരു കഴിവും ഭഗവാൻ തരട്ടെ. അങ്ങനെ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ, അജ്ഞാനം മാറണമെങ്കിൽ, ജ്ഞാനം വരണമെങ്കിൽ ഈ പറഞ്ഞ ഇതിന് ഈ ആനന്ദത്തിന്റെയൊക്കെ തിരിച്ചറിവുണ്ടായി ഇതിൽ കൂടി ഒന്നും എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിവേകത്തിൽ കൂടി വിരക്തിയിലേക്ക് പ്രവേശിച്ച്, വൈരാഗ്യത്തിലേക്ക് പ്രവേശിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോയി സാക്ഷാൽ ആനന്ദം എന്നുള്ള സാക്ഷാൽ പരമാനന്ദം, ആത്മാനന്ദം, അതായത് ആത്മാ, ഈ പറഞ്ഞതൊന്നും ആത്മാ അല്ല, ഇതിനപ്പുറം ഞാൻ തന്നെയാണ് ആത്മാ എന്ന് തിരിച്ചറിയുന്ന അറിവിലേക്ക് നമ്മളെ ഭഗവാൻ എത്തിക്കട്ടെ. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ.